എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് DME റിവിഷൻ ക്ലാസ്സസ് ആണ് അല്ലേ. അതായത് നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരള PSC സ്റ്റാഫ് നഴ്സ് എക്സാമിൻ്റെ പ്രിപ്പറേഷനാണ്. നമ്മുടെ എല്ലാം ഒരു സ്വപ്നമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, ഒരു സെൻട്രൽ ഗവൺമെൻറ് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ ജോലി നേടുക, ഒരു ഗവൺമെൻറ് നഴ്സിംഗ് ഓഫീസർ ആകുക എന്നുള്ളതാണ്. അപ്പോൾ ആ വിജയത്തിലോട്ടുള്ള ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് വേണ്ടിയുള്ള യാത്രയിൽ വളരെ ഹെൽപ്ഫുൾ ആകുന്ന കുറേ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ കുറേ പോയിന്റ്സുകളാണ് നമ്മുടെ ഈ ഒരു റിവിഷൻ സീരീസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം DMEയുടെ എക്സാം ഓൾറെഡി ഡേറ്റ് വന്നു, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്, എല്ലാവരും ഫൈനൽ പ്രിപ്പറേഷൻ്റെ ടൈമിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇന്നും നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി പ്രിവെൻഷൻ? ഇതിന് മുന്നേ ഉള്ള 30 ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അങ്ങനെയാണ്. യൂഷ്വലി അവർ മിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, പകരം 5 ക്വസ്റ്റ്യൻ വീതം ഓരോ സബ്ജക്ട്സിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചാണ് വരാറ്. അങ്ങനെ നമ്മുടെ സോഷ്യോളജി, സൈക്കോളജി, മൈക്രോബയോളജി അങ്ങനെ ഓരോ സെക്ഷൻസ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഇന്ന് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൈമറി പ്രിവെൻഷൻ? എപ്പോഴും കേരള PSCയുടെ നഴ്സിംഗ് എക്സാംസിൻ്റെ ഒരു പ്രിയപ്പെട്ട അല്ലെങ്കിൽ അത്രയും ഫേവറേറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഈ ഒരു ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, അല്ലെങ്കിൽ പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻസ് പേപ്പറിൽ പ്രിമോഡിയൽ പ്രിവെൻഷന് ചോദിക്കാറുണ്ട്. പക്ഷെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ വരുമ്പോൾ നമ്മൾ അവിടെ പ്രിമോഡിയൽ പ്രിവെൻഷന് കൂടുതൽ പ്രാധാന്യം പറയുന്നില്ല, പ്രൈമറി പ്രിവെൻഷനിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓൾറെഡി ഞാനൊരു യൂട്യൂബ് സെഷനിൽ ഫ്രീ ക്ലാസ്സിൽ ലെവൽസ് ഓഫ് പ്രിവെൻഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ക്ലാസ്സിലോട്ട് പോവുക. നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതിയാവും ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ആ ക്ലാസ് കംപ്ലീറ്റ്ലി കാണുക. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ എക്സാമിനുണ്ടാകും. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈമറി പ്രിവെൻഷനിൽ വരാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ, ഓപ്ഷൻ B വിറ്റാമിൻ A സപ്ലിമെന്റേഷൻ, ഓപ്ഷൻ C ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഫോർ ട്യൂമർ, ഓപ്ഷൻ D ഐസോനിയാസിഡ് അല്ലെങ്കിൽ INH to a baby breastfed by a sputum positive tubercular mother. അപ്പോൾ എന്താ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് പ്രൈമറി പ്രിവെൻഷൻ എന്നറിയണം അല്ലേ, എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറയാം, ഓപ്ഷൻ C ആണ്, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഫോർ ട്യൂമർ. ബാക്കി എല്ലാം തന്നെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ, വിറ്റാമിൻ A സപ്ലിമെന്റേഷൻ, ഐസോനിയാസിഡ് ഫോർ ബേബി ഈസ് ഗെറ്റിംഗ് ബ്രസ്റ്റ് മിൽക്ക് ഫ്രം ദ ട്യൂബർക്ലോസിസ് മദർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുഞ്ഞിന് ഐസോനിയാസിഡ് കൊടുക്കുന്നത്, ഇതെല്ലാം പ്രൈമറി പ്രിവെൻഷനിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പ്രിവെൻഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ഡിസീസസ് ഒന്നുമില്ല, എന്നാൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത് പല റിസ്ക് ഫാക്ടേഴ്സിനെയാണ്. ആ റിസ്ക് ഫാക്ടേഴ്സ് നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടി, കറൻ്റ്ലി നമ്മളെ അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന പ്രിക്കോഷൻസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ, അതിനെയാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗം ഉണ്ടോ ഇല്ലയോ എന്ന് നേരത്തെ തന്നെ അത് ഒരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് നടത്തുക, ഒപ്പം തന്നെ ഏർലി ഡയഗ്നോസിസ് ചെയ്ത് അതിന് പ്രോംപ്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൊടുക്കുക. ഇതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും ഇനി നമുക്കവിടെ കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം റെഡ്യൂസ് ചെയ്യുക. ആ ഡിസബിലിറ്റിയിലും അവർക്ക് മുന്നോട്ടൊരു ജീവിതം നയിക്കാനുള്ള ഒരു വഴി നമ്മൾ റീഹാബിലിറ്റേഷൻ സർവീസസും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു 3 ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറയുന്നത്. ഈ ഒരു പിക്ചർ, ഈ ഒരു ചാർട്ടിനകത്ത് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് എനി ഡിസീസ് ഓഫ് മാൻ, പ്രീ പാത്തോജനിക് പീരീഡ് ആണ് നമ്മുടെ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കുള്ള ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, ഹെൽത്ത് പ്രൊമോഷൻ, പിന്നെ നമുക്ക് ഓരോ ഡിസീസിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊട്ടക്ഷനും. ഇപ്പോൾ ട്യൂബർക്ലോസിസ് വരാതിരിക്കാൻ വേണ്ടി BCG വാക്സിൻ എടുക്കുക, അല്ലെങ്കിൽ മംസ്, റുബല്ല, മീസൽസ് വരാതിരിക്കാൻ MMR വാക്സിൻ എടുക്കുക, ഹെപ്പറ്റൈറ്റിസ് B വരാതിരിക്കാൻ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ എടുക്കുക. ഇതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ, ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്ന പ്രൊട്ടക്ഷൻ, അതിന് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്നും, നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ മുന്നിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ഡിസീസസ് വന്നിട്ടില്ല. അത്തരത്തിലുള്ള പ്രിവെൻഷൻ എന്ത് പറയുന്നു? പ്രൈമറി
പ്രിവെൻഷൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഹെൽത്ത് പ്രൊമോഷൻ. നമുക്ക് യൂഷ്വലി നമ്മുടെ PSCയുടെ എക്സാമിന് ഈ ഒരു പാറ്റേണിൽ ഇപ്പം നമ്മൾ കണ്ട അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വരാറുള്ളത്. ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് തന്നിട്ട് ഇത് ഏതിലാണ് വരുന്നത്, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷറി ആണോ എന്ന് ചോദിക്കുക തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും എന്താണെന്ന് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് തിരിച്ചെഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ചാർട്ട്, ഇതുവരെ നിങ്ങൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല എങ്കിൽ ആ ക്ലാസ് കാണുക. അതല്ല നിങ്ങൾക്ക് ഒരുവിധം അറിയാം, ഒന്ന് റിവൈസ് ചെയ്താമെന്നെങ്കിൽ ഈ ഒരു പോർഷൻ ഒന്ന് പോസ് ചെയ്ത് ഇത്രയും ഒന്ന് വായിക്കുക. ഓരോ സെക്ഷനിലും ഹെൽത്ത് പ്രൊമോഷനും സ്പെസിഫിക് പ്രൊട്ടക്ഷനും ഓരോന്നിലും എന്തൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ്, ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസബിലിറ്റി ലിമിറ്റേഷൻ റീഹാബിലിറ്റേഷൻ, ഇങ്ങനെ 3 സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ഏർലി ഡയഗ്നോസിസും പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റും വരുന്നത് സെക്കൻഡറി പ്രിവെൻഷനാണ്. അതായത് നമുക്ക് അവിടെ ഡിസീസ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക, ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കുക, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇനി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടും കംപ്ലീറ്റ്ലി ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാക്സിമം ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്യുക, റീഹാബിലിറ്റേഷൻ സർവീസ് കൊടുക്കുക. എവിടെയാണ് അത്? ടെർഷറിയിലാണ്. അപ്പോൾ അതിനെന്തൊക്കെ കെയർ ഫെസിലിറ്റീസ് കൊടുക്കുന്നു എന്നുള്ളതും അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ തൊട്ട് മുന്നേ വായിച്ച ക്വസ്റ്റ്യനിൽ എന്തൊക്കെയായിരുന്നു? പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? പോളിയോ മൈലൈറ്റിസ് എന്നുള്ള രോഗം സ്പെസിഫിക് ആയിട്ട് അതിനെ വരാതെ തടയാൻ വേണ്ടിയിട്ടാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്രൈമറി പ്രിവെൻഷൻ. നെക്സ്റ്റ്, വിറ്റാമിൻ എ സപ്ലിമെൻറ്റേഷൻ എന്തിനാണ് കൊടുക്കുന്നത്? നമുക്ക് വിഷൻ പ്രോബ്ലംസ്, കണ്ണിന് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി കാരണം കണ്ണിന് പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിറ്റാമിൻ എ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. അതും ഒരു സ്പെസിഫിക് പ്രൊട്ടക്ഷനാണ്. സോ ദാറ്റ് ഓൾസോ പ്രൈമറി പ്രിവെൻഷൻ. നെക്സ്റ്റ് വൺ, ഐസോനിയാസിഡ്. എന്തിനാണ് ഐസോനിയാസിഡ് കുഞ്ഞിന് കൊടുക്കുന്നത്? അതായത് അമ്മയ്ക്ക് ട്യൂബർക്ലോസിസ് ഉണ്ട്, ആ ട്യൂബർക്ലോസിസ് കുഞ്ഞിന് വരാനുള്ള റിസ്ക് ഉണ്ട്. കുഞ്ഞവിടെ ഡിസീസ് സഫറിങ് അല്ല, പക്ഷെ റിസ്ക് ഉണ്ട്. സോ അവിടെ എന്താ ചെയ്യുന്നു? പ്രിവെൻഷനായിട്ട് ഐസോനിയാസിഡ് കുഞ്ഞിന് കൊടുക്കുന്നു. അതും പ്രൈമറി പ്രിവെൻഷനാണ്. എന്നാൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, എന്തെങ്കിലും ട്യൂമർ ഉണ്ടോ, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്ത് എന്തെങ്കിലും ബ്രസ്റ്റ് ട്യൂമർ, ബ്രസ്റ്റ് ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. അവിടെ ഒന്നുകിൽ ക്യാൻസർ ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, എന്നാൽ അതൊരു സ്ക്രീനിങ് ടെക്നിക്കാണ്. അത് വരുന്നത് സെക്കൻഡറി പ്രിവെൻഷനിലാണ്. നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. നെക്സ്റ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ബെസ്റ്റ് മെഷർ ഫോർ ഇവാലുവേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് തെറാപ്പി. എന്താണ് തെറാപ്പി എന്ന് പറഞ്ഞത്? ദാറ്റ് മീൻസ് ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്ന റേറ്റ് ആൻഡ് അല്ലെങ്കിൽ റേഷ്യോ, ഇത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. സ്പെസിഫിക് ഡെത്ത് റേറ്റ്, കേസ് ഫെർട്ടിലിറ്റി റേറ്റ്, സർവൈവൽ റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ്. അപ്പോൾ നമ്മളിത് എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ളൊരു പോർഷൻ പഠിച്ചിട്ടുണ്ട്. അവിടെ റേറ്റും റേഷ്യോസും പഠിച്ചിട്ടുണ്ട്. ആ ഓരോ വേർഡ് അനുസരിച്ച് റേറ്റും, ഇവിടെ 4 ഓപ്ഷൻ റേറ്റേ പറഞ്ഞിട്ടുള്ളൂ. സ്പെസിഫിക് ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് വന്ന് മരിച്ച ആൾക്കാരുടെ റേറ്റ്, അല്ലെങ്കിൽ പോളിയോ വന്ന് മരിച്ച ആൾക്കാരുടെ റേറ്റ്, ഡയേറിയ വന്ന് മരിച്ച ആൾക്കാരുടെ സ്പെസിഫിക് ആയിട്ട് ടോട്ടലി നമുക്ക് മരണനിരക്ക് നോക്കാം. അതാണ് ക്രൂഡ് ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്രൂഡ് ഡെത്ത് റേറ്റ്. ഇനി ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ കാരണങ്ങളും വെച്ചിട്ടുള്ള ഡെത്ത് റേറ്റ് നോക്കുക, അതിനെ സ്പെസിഫിക് എന്ന് പറയുന്നു. ഇനി കേസ് ഫെർട്ടിലിറ്റി റേറ്റ്, ഓരോ കേസിൻ്റെയും അപകടാവസ്ഥ ഫെർട്ടിലിറ്റി റേറ്റ്, അതാണ് അടുത്ത രണ്ടാമത്തത്. ഇനി ക്രൂഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ടോട്ടലി ഉള്ള ഡെത്ത് റേറ്റ്. എന്നാൽ സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, 100 പേർക്ക് ഒരേ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, അതിൽ എത്ര പേര് സർവൈവ് ചെയ്തു അല്ലെങ്കിൽ അതിൽ എത്ര പേര് രക്ഷപ്പെട്ടു, അവർ എത്രത്തോളം ആ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവായി എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന റേറ്റാണ് സി, സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി, സർവൈവൽ റേറ്റ്. പല റേറ്റുകളുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്സ് അതായത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ ഒന്ന് നോക്കാം. കാരണം കോമൺലി അത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ സാധാരണ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. എപ്പോഴും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന് വരുന്ന ഒരു ടോപ്പിക്ക്, ഒന്ന് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ, ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഇമ്മ്യൂണൈസേഷൻ എന്ന് ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ഉറപ്പായിട്ടുള്ളതാണ്. പിന്നെ റേറ്റ് അല്ലെങ്കിൽ ഇൻസിഡൻസ്, പ്രിവലൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് സിമ്പിൾ മീനിങ് ഉള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളത്. നമ്മളെല്ലാ കണ്ടീഷൻസും എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പ്രോഗ്രാംസും ഒക്കെ പഠിച്ചിട്ട് പോകും, പക്ഷേ എക്സാമിന് വരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടെർമിനോളജീസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പേഴ്സൺ ബിക്കമിങ് സിക്ക് ഇൻ ആൻ എപ്പിഡമിക് ഈസ് കോൾഡ്. അതായത് ഒരു രോഗം ഒരു പ്രദേശത്ത് ആദ്യമായിട്ട് വരുമ്പോൾ അതിൽ ആദ്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ആളിനെ ഇൻഡെക്സ് കേസ് എന്ന് പറയുമോ, പ്രൈമറി കേസ് എന്ന് പറയുമോ, സെക്കൻഡറി കേസ് എന്ന് പറയുമോ, നൺ ഓഫ് ദി എബോ എന്ന് പറയുമോ? കറക്റ്റ് ഓപ്ഷൻ പ്രൈമറി കേസ്. ഒരു രോഗം, അതായത് കോവിഡ് ഇന്ത്യയിൽ വന്നു,
ആദ്യമായിട്ട് വന്നത് കേരളത്തിലാണ്, ഇന്ത്യയിൽ. ആ കേരളത്തിൽ ഇന്ന സ്ഥലത്ത് ഇന്ന ആൾക്ക് ആദ്യമായിട്ട് വന്നു എന്ന് പറഞ്ഞു. ആ വ്യക്തി ആളെ എന്ന് പറയുന്നു പ്രൈമറി കേസ് എന്ന് പറയുന്നത്. അല്ല, അത് ഏത് രോഗവും ആദ്യമായിട്ട് ഒരു എപ്പിഡമിക്കിൽ ആദ്യമായിട്ട് ആ രോഗം ബാധിക്കുന്ന ആളിനെ ഫസ്റ്റ് പേഴ്സൺ എന്ത് പറയുന്നു? പ്രൈമറി കേസ് എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് പ്രൈമറി കേസ് മാത്രമല്ല, നമ്മൾ ഈ ഓപ്ഷനിൽ കണ്ട 3 ഓപ്ഷൻസും നമുക്കൊന്ന് നോക്കാം. പ്രൈമറി കേസ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് കേസ് ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ പോപ്പുലേഷൻ ബീങ് സ്റ്റഡീഡ് ഈസ് റെഫേർഡ് ടു ആസ് പ്രൈമറി കേസ്. ഇൻഡെക്സ് കേസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി കേസ് തന്നെ ആയിരിക്കാം, അല്ലായിരിക്കാം. ചിലപ്പോൾ അതേ ആൾ തന്നെയായിരിക്കാം, ചിലപ്പോൾ മറ്റൊരു വ്യക്തിയായിരിക്കാം നമുക്ക് എപ്പിഡമിയോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്ററിന് ഇതിനെക്കുറിച്ച് പഠിക്കാൻ കിട്ടുന്നത്. അത് ചിലപ്പോൾ പ്രൈമറി കേസ് ആകണമെന്ന് കൺഫേം, അത് ഉറപ്പില്ല. ചിലപ്പോൾ പ്രൈമറി കേസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡെക്സ് കേസ്. ആദ്യമായിട്ടുള്ള ആ ഒരു എപ്പിഡമിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ കുറിച്ച് എപ്പിഡമിയോളജിസ്റ്റിന് പഠിക്കാൻ കിട്ടുന്ന വ്യക്തി, അതിനെയാണ് ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നത്. ഇനി പ്രൈമറി കേസിൽ നിന്ന് മറ്റുള്ളവർക്കിലോട്ട് രോഗം പടരുമ്പോൾ ആ ആൾക്കാരെ എന്ത് പറയുന്നു? സെക്കൻഡറി കേസ് എന്നാണ് പറയുന്നത്. ദോസ് ഡെവലപ്പിംഗ് ദ ഡിസീസസ് ഫ്രം കോണ്ടാക്ട് വിത്ത് പ്രൈമറി കേസ്. ഒരു വ്യക്തിക്ക് രോഗം വന്നു, ആ വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവർക്ക് രോഗം പടരുമ്പോൾ അവരെ എന്ത് പറയുന്നു? സെക്കൻഡറി കേസ് എന്നായി മാറ്റുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു 3 മീനിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രൈമറി കേസ്, ഇൻഡെക്സ് കേസ്, സെക്കൻഡറി കേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്സിൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നൻസി. അപ്പം നമ്മൾ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പഠിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. ഓരോ വാക്സിനേഷനും എന്തിനു വേണ്ടിയിട്ടാണ്, എപ്പോഴാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ഏത് സൈറ്റിലാണ് കൊടുക്കുന്നത്, എത്ര ഡോസ് കൊടുക്കുന്നു, എങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ കൊടുക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് ടെറ്റനസ് ടോക്സോയിഡ് ആണ്. TT ഡോസ് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. എന്നാൽ സപ്പോസ് പ്രഗ്നൻസിയിൽ മറ്റെന്തെങ്കിലും ഡിസീസസ് വന്ന വാക്സിൻ എടുത്താലും എടുക്കാൻ പാടില്ലാത്ത ഒരു വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പല വാക്സിൻസ് ഉണ്ട്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ റുബല്ല ആണോ, ഓപ്ഷൻ ബി ടൈഫോയിഡ് ആണോ, ഓപ്ഷൻ സി ഡിഫ്തീരിയ ആണോ, ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ബി ആണോ? കറക്റ്റ് ഓപ്ഷൻ എ ആണ്, റുബല്ല. റുബല്ല മാത്രമല്ല, MMR, മീസൽസ്, മംസ്, റുബല്ല, MMR വാക്സിൻ കംപ്ലീറ്റ്ലി അവിടെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇവിടെ പ്രഗ്നൻസിയിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള വാക്സിൻസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. റുട്ടീൻലി നമ്മൾ TT ഡോസ് മാത്രമാണ് കൊടുക്കുക. ചില സ്ഥലങ്ങളിൽ, അതായത് നമ്മുടെ രാജ്യത്ത് പലയിടത്തും എടുക്കാറില്ല, എന്നാൽ ചില ഇൻഫ്ലുവൻസ കൂടുതലായിട്ട് സീസണലായിട്ട് ചില രാജ്യങ്ങളിലെ ആൾക്കാർക്കെല്ലാം വരികയും അവിടെ മരണനിരക്ക് കൂടുകയും ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൻഫ്ലുവൻസ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനാക്ടിവേറ്റഡ് ഇൻഫ്ലുവൻസ വാക്സിനാണ് അവിടെ കൊടുക്കുന്നത്. അതും ലൈവ് ഇൻഫ്ലുവൻസ വാക്സിൻ അവിടെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ വാക്സിനും TTയുമാണ് റുട്ടീൻലി കൊടുക്കുന്നത്. സപ്പോസ് ഇൻ എനി സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ്, എന്തെങ്കിലും ഒരു എപ്പിഡമിക് സിറ്റുവേഷനോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാൽ നമുക്ക് ഒരു റിസ്കോട് കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, ന്യൂമോകോക്കൽ വാക്സിൻ, മെനിഞ്ചോകോക്കൽ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് A and B വാക്സിൻ, ഇനാക്ടിവേറ്റഡ് കോളറ, റാബീസ്, യെല്ലോ ഫീവർ. എന്നാൽ കംപ്ലീറ്റ്ലി കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള വാക്സിൻസ് ഏതൊക്കെയാണ്? MMR വാക്സിൻ, മീസൽസ്, മംസ്, റുബല്ല, വാരിസെല്ല വാക്സിൻ, ലൈവ് ഇൻഫ്ലുവൻസ വാക്സിൻ, BCG. ഇത് എത്രയും നമ്മൾ പ്രഗ്നൻസിയുടെ ടൈമിൽ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പം അത് നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം ചിലപ്പോൾ വേണമെങ്കിൽ അടുത്ത വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആയിരിക്കാം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ പറയുന്നത് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാക്സിനേഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി മാത്രമെന്നോ 1 വയസ്സ് മാത്രമെന്നോ അങ്ങനെ മാത്രമല്ല നിങ്ങൾ പഠിക്കേണ്ടത്. കംപ്ലീറ്റ്ലി യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് തറവായിട്ട് പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് ഏജന്റ് കോസിംഗ് ഡയേറിയൽ ഡിസീസസ് ഇൻ ഇൻഫൻറ്റ്സ് ആൻഡ് ചിൽഡ്രൻ. ഡയേറിയ, വാട്ടറി സ്റ്റൂൾ. അപ്പോൾ ഈ വാട്ടറി സ്റ്റൂൾ ഉണ്ടാകുന്നതിന് കാരണങ്ങൾ പലതാണ്. ബാക്ടീരിയകൾ ഡയറിയ പരത്താറുണ്ട്, അതുപോലെ വൈറസുകൾ പരത്താറുണ്ട്, മറ്റു പല മൈക്രോ ഓർഗാനിസംസും ഡയേറിയൽ ഡിസീസസ് ഉണ്ടാകാറുണ്ട്. അതുപോലെ പോയ്സൺസ് അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് ഇതുപോലുള്ള കണ്ടീഷൻസും ഡയറിയ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ താഴെ പറയുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ഡയറിയൽ ഡിസീസസ് പരത്തുന്ന ഏജന്റ് ഏതെന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഈക്കോളൈ, ഓപ്ഷൻ ബി റോട്ടാവൈറസ്, ഓപ്ഷൻ സി വിബ്രിയോ കോളറി, ഓപ്ഷൻ ഡി സാൽമോണല്ല. സോ
ദ കറക്റ്റ് ഓപ്ഷൻ ഈസ്, നമ്മൾ ഈക്കോളെ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈക്കോളെ ആയിരിക്കും എന്ന് വിചാരിച്ച് എഴുതും. അല്ലെങ്കിൽ വിബ്രിയോ, വിബ്രിയോയിൽ ഭയങ്കരമായിട്ട് ഡയറിയ ഉണ്ടാകും. വിബ്രിയോ കോളറ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ ഒരു ഡയറിയ കൂടുതൽ, അപ്പോൾ അത് ചാടിക്കറി എഴുതാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എഴുതി കളയരുത്. കറക്റ്റ് ഓപ്ഷൻ ബി റോട്ടാ വൈറസ് ആണ്. കുട്ടികളിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫൻറ്റിലും ചിൽഡ്രനിലും കൂടുതലായിട്ടും ഡയറിയൽ ഡിസീസ് ഉണ്ടാക്കുന്ന രോഗമാണ് റൊട്ടാ വൈറസ് ആണ്. അപ്പോൾ കോമൺ ഇറ്റിയോളജിക്കൽ എന്ന് പറയുമ്പോൾ റൊട്ടാ വൈറസ് ഉണ്ട്, നൊറോ വൈറസ് ഉണ്ട്, അഡിനോ വൈറസ് ഉണ്ട്, സൈറ്റോമെഗലോ വൈറസ് ഉണ്ട്, പിന്നെ ഈക്കോള ഉണ്ട്, ക്ലോസ്ട്രീഡിയം ഉണ്ട്, പെഫ്രിഞ്ചൻസ് ഉണ്ട്, സ്റ്റെഫിലോകോക്കസോറിയസ്, ബേസിലസ് സെറിയസ്, വിബ്രിയോ കോളറി, പിന്നെ പാരസൈറ്റുകൾ ജിയാഡിയ ഇൻഡസ്റ്റാനിൽസ്, അതുപോലെ പാർവം, അതുപോലെ പല മൈക്രോ ഓർഗാനിസംസും പാരസൈറ്റ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഡയേറിയ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി, അതായത് കൂടുതലും ഡയേറിയ റിപ്പോർട്ട് ചെയ്യുന്നത്, കുട്ടികളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് റൊട്ടാ വൈറസിൽ നിന്നുള്ള ഡയേറിയൽ ഡിസീസ് ആണെന്ന് നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ്, ഓൾ ആർ ട്രൂ അബൌട്ട് ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എക്സെപ്റ്റ്. അതായത് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസിനെയാണ് കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് കുഞ്ഞ് ഉണ്ടാകാതിരിക്കാൻ, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, ഒരു ഫെർട്ടിലൈസേഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസിനെയാണ് കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത്. അവിടെ പല തരത്തിലുള്ള പെർമനൻറ്റും ടെമ്പററിയുമായിട്ടുള്ള പല തരത്തിലുള്ള കോൺട്രാസെപ്ഷൻ ഉണ്ട്. പക്ഷെ അതിൽ ഐഡിയൽ കോൺട്രാസെപ്ഷൻ, ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് 100% ഷുവർട്ടി തരുന്നില്ല. എന്നാൽ പോലും നല്ലൊരു കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറയുന്നത്. അതിൽ ഇല്ലാത്ത ക്വാളിറ്റി, അതിന് പാടില്ലാത്ത ഒരു ക്വാളിറ്റി എന്താണോ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഓപ്ഷൻ എ സേഫ് ആൻഡ് ഇൻഎക്സ്പെൻസീവ്, ഓപ്ഷൻ ബി ഇറിവേഴ്സിബിൾ, ഓപ്ഷൻ സി ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോയിറ്റസ്, ഡസ് നോട്ട് റിക്വയർ ഫ്രീക്വൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതിൽ സേഫും ഇൻഎക്സ്പെൻസീവ്, യെസ്, ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത് നമുക്കറിയാം. സേഫ് ആയിരിക്കണം, അത്ര ഭയങ്കരമായിട്ടുള്ള വില ആയിരിക്കാനും പാടില്ല, സാധാരണക്കാർക്കും പറ്റുന്ന ആക്സസിബിൾ ആയിരിക്കണം. ഇറിവേഴ്സിബിൾ ആയിരിക്കണം, അതായത് ഒരു പ്രാവശ്യം കോൺട്രാസെപ്ഷൻ എടുത്താൽ പിന്നെ തിരിച്ച് റിവേഴ്സിബിൾ ആക്കാൻ പറ്റാത്തതായിരിക്കണം. അതാണോ ഒരു നല്ലൊരു കോൺട്രാസെപ്ഷൻ എന്ന് പറഞ്ഞാൽ? തൽക്കാലം 1 വർഷമോ 2 വർഷമോ സ്പേസിങ്, കുഞ്ഞുങ്ങളുടെ തമ്മിലുള്ള സ്പേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കാറുണ്ട് ആൾക്കാരല്ലേ, അല്ലെങ്കിൽ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. കാരണം ആദ്യത്തെ കുഞ്ഞ് ആരോഗ്യമായിരിക്കണം, രണ്ടാമത്തെ കുഞ്ഞും ആരോഗ്യമായിരിക്കണം. മിനിമം ഒരു 2 വർഷത്തെ ഒരു ഇടവേള 2 പ്രഗ്നൻസികളും തമ്മിലിടയിൽ ഉണ്ടായിരിക്കണം. സോ ആ സമയത്ത് ഉപയോഗിക്കുന്ന കോൺട്രാസെപ്ഷൻ എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണെങ്കിൽ അടുത്തൊരു കുഞ്ഞിന് ചാൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെ വരാൻ പാടില്ല. ഐ തിങ്ക് ദ ഓപ്ഷൻ ബി വിൽ ബി കറക്റ്റ്. നെക്സ്റ്റ് വൺ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോയിറ്റസ്, പിന്നെ ഫ്രീക്വൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതെ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് യൂസ്ഫുൾ ആയിരിക്കണം. അതും ശരിയാണോ? അല്ല. അപ്പം നമുക്ക് അതിൻ്റെ ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഇറിവേഴ്സിബിൾ അല്ല, റിവേഴ്സിബിൾ ആയിരിക്കണം. ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ കുഞ്ഞ് വേണമെന്ന് വിചാരിക്കുന്നത് അപ്പോഴെന്ത് വേണം, അത് റിവേഴ്സിബിൾ ആയിരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ റിവേഴ്സിബിൾ ആക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്രൈറ്റീരിയാസ് ഫോർ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്തൊക്കെയാണ്? സേഫ് ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം, ഇൻഎക്സ്പെൻസീവ് ആയിരിക്കണം, റിവേഴ്സിബിൾ ആയിരിക്കണം, സിമ്പിൾ ടു അഡ്മിനിസ്റ്റർ ആയിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഓഫ് കോയിറ്റസ് ആയിരിക്കണം, ലോങ് ലാസ്റ്റിംഗ് ഇനഫ് ടു ഒബിയേറ്റ് ഫ്രീക്വൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതായത് എപ്പോഴും അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരരുത്, ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം, റിക്വയർസ് ലിറ്റിൽ അല്ലെങ്കിൽ നോ മെഡിക്കൽ സൂപ്പർവിഷൻ, അത്രയും മെഡിക്കൽ സൂപ്പർവിഷൻ ഒന്നും ഇല്ലാതെ വളരെ ചെറിയ മെഡിക്കൽ സൂപ്പർവിഷൻ മാത്രം വേണ്ടതും ആയിരിക്കണം. അത്രയും ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് അതിന് എന്ത് പറയുന്നത്, ഐഡിയൽ കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ഓഫ് ദ ഫോളോവിങ് ആർ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. ഈ ഒരു ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, ഫുഡ് അഡൾട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ചോദിക്കുന്നത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ്റെ പോയിന്റ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നൊഴികെ. അപ്പോൾ എന്താണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എ ആണ് എന്താണ് പറയുന്നത്, അയഡൈസേഷൻ ഓഫ് സോൾട്ട്. ഓപ്ഷൻ ബി, addition of vitamins A and D to vanaspati ghee. Option C, addition of color to saccharin. Option D, addition of iron to wheat flour. ഇതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. കാരണം
കളർ ചേർക്കുന്നത്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് അഡീഷണലി ചേർക്കുന്നതിനാണ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ കളർ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് യാതൊരുവിധ ഗുണവുമില്ല, എന്നാൽ അവിടെ ദോഷമാണുള്ളത്. അതെന്താണത്? അഡൾട്രേഷനാണ്, അതൊരു മായമാണ്. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇവിടെ നോക്കുക, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ്റെ ഡെഫിനിഷനും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. Food fortification is the practice of adding essential vitamins and minerals, iron, vitamin A, folic acid, iodine ഇതുപോലെയുള്ള അത്യാവശ്യം നമ്മുടെ ശരീരത്തിന് നമ്മൾ പല ഡിസീസസും തടഞ്ഞു നിർത്താൻ പറ്റുന്ന വിറ്റാമിൻസ് നമ്മുടെ ഫുഡിൽ ആഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് ചിലപ്പോൾ മാസ് ഫോർട്ടിഫിക്കേഷൻ ഉണ്ടാവും, യൂണിവേഴ്സൽ ഫോർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് മീനിങ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതിയാവും. അതായത് മാസ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസിന് മാത്രമുള്ള ഫുഡ്, ഇപ്പോൾ മനുഷ്യന് കഴിക്കുന്ന ആഹാരത്തിൽ മാത്രം അഡീഷണൽ ന്യൂട്രിയൻസ് ആഡ് ചെയ്യുന്നു, അത് മാസ്. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, അനിമൽസിനും ഹ്യൂമൻസിനും എല്ലാവരും കൺസ്യൂം ചെയ്യുന്ന ആഹാരത്തിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഫോർട്ടിഫിക്കേഷൻ നടത്തുന്നത്. അതിന് യൂണിവേഴ്സൽ ഫോർട്ടിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഗുണകരമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ആഹാരത്തിൽ അഡീഷണലി ചേർക്കുന്നു. അത് നമ്മുടെ ന്യൂട്രീഷണൽ കണ്ടന്റ് ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വിറ്റാമിൻസ് functions like a steroid hormone? It's very very important, easy and more repeatedly asked question. വിറ്റാമിൻസ് എപ്പോഴും എക്സാമിന് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വിറ്റാമിൻസ് എന്ന് പറയുന്നത്. ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വിറ്റാമിൻസ്, മിനറൽസ്, അതിൻ്റെ അബ്നോർമാലിറ്റീസ്, ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, അതിൻ്റെ സിംറ്റംസ്, ഇതൊക്കെ റിലേറ്റ് ചെയ്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ഏരിയയാണ്, ഒരു മാർക്ക് തീർച്ചയായിട്ടും കിട്ടാവുന്ന ഒരു ഏരിയയാണ്. Which of the following vitamins function as steroid hormone? വിറ്റാമിൻ എ ആണോ, B1 ആണോ, സി ആണോ, ഡി ആണോ? കാരണം ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, വിറ്റാമിൻ എയുടെയും B1-ൻ്റെയും സിയുടെയും ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഹോർമോണൽ പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഹോർമോൺ പോലെ ഫംഗ്ഷൻ ചെയ്യുന്ന വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി എന്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു വിറ്റാമിൻ ആണ്? കൊളസ്ട്രോളിൽ നിന്നുണ്ടാകുന്ന വിറ്റാമിൻ. കൊളസ്ട്രോൾ ചിലപ്പോൾ അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അവിടെ യൂണിവേഴ്സിറ്റി എക്സാമിന് കുട്ടികൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് PSCയിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ ചാൻസ് ഉണ്ട്. എല്ലാ വിറ്റാമിൻസും ഒന്ന് തറവായിട്ട് പഠിച്ചു വെക്കാം. ഇവിടെ വിറ്റാമിൻ ഡിയുടെ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്നാണ് വിറ്റാമിൻ ഡി കിട്ടുന്നത്? സൺലൈറ്റിൽ നിന്നാണ്. പ്രധാനമായിട്ടുള്ള സോഴ്സ് സൺലൈറ്റ് ആണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ ആഹാരത്തിലൂടെ വളരെ ചെറിയ അളവിൽ മാത്രം ലഭിക്കുന്നുമുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻഡസ്റ്റൈനൽ കാൽസ്യവും ഫോസ്ഫറസും അബ്സോർബ് ചെയ്യുന്നതിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ചിലർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കുറവുണ്ടെങ്കിൽ എല്ലിനൊക്കെ ഭയങ്കര ബലക്കുറവും വേദനയും അനുഭവപ്പെടുന്നത്. കാരണം വിറ്റാമിൻ ഡി കുറയുന്നത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള കാൽസ്യവും ഫോസ്ഫറസും ഒന്നും തന്നെ അവിടെ ഇൻഡസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ചെയ്യില്ല. വിറ്റാമിൻ ഡി അവിടെ വേണം, എന്നാൽ മാത്രമേ കാൽസ്യവും ഫോസ്ഫറസും അവിടെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ കാൽസ്യം നമ്മുടെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസ്, കിഡ്നിയുടെ ഡിസ്റ്റൽ ട്യൂബ്യൂൾസിൽ നിന്ന് കാൽസ്യം റീഅബ്സോർബ് ചെയ്യുന്നതിന് പാരാതൈറോയ്ഡ് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ആര് വേണം? വിറ്റാമിൻ ഡി വേണം. അതുപോലെ നമ്മുടെ കാൽസ്യത്തിൻ്റെ ബോണിലോട്ട് മൊബിലൈസ് ചെയ്യുന്നതിന്, കാൽസ്യത്തിൻ്റെ ബോണിലോട്ട് കൊണ്ടെത്തിക്കുന്നതിനും അത് റെഗുലേറ്റ് ചെയ്യുന്നതിനും ആര് വേണം? നമുക്ക് വിറ്റാമിൻ ഡി വേണം. അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസീസ് ഫ്രീക്വൻലി ആസ്ക്ഡ് പോയിന്റ് ആണ്. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഇൻ children, that is rickets. Vitamin D deficiency in adult, that is osteomalacia. ഇവ രണ്ടും തടയുക എന്നുള്ളത് വിറ്റാമിൻ ഡിയുടെ ഫങ്ഷനാണ്. അതുപോലെ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോകാൽസീമിയ ഉണ്ടാകും. ഹൈപ്പോകാൽസീമിയ ഉണ്ടായാൽ ടെറ്റനി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ടെറ്റനി തടയാൻ വേണ്ടിയിട്ടും വിറ്റാമിൻ ഡി സഹായിക്കുന്നു. അതുപോലെ കാൽസ്യം ഫ്രം കിഡ്നി, അത് കിഡ്നിയിൽ നിന്നും കാൽസ്യം റീഅബ്സോർവ് ചെയ്ത് യൂറിനിലൂടെ കാൽസ്യം നഷ്ടപ്പെട്ടു പോകാതെ അത് റീഅബ്സോർവ് ചെയ്യുന്നതിന് വിറ്റാമിൻ ഡി സഹായിക്കുന്നു. അതുപോലെ സ്റ്റീറോയിഡ് ഹോർമോണിൻ്റെ ഫംഗ്ഷൻ ആൻറ്റി ട്യൂമർ ആക്ടിവിറ്റി. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ആയിട്ട് സെല്ല് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എക്സസ് പ്രോലിഫറേഷൻ ഓഫ് സെൽസ്, അല്ലേ? അതാണ് ട്യൂമർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിനെ തടയാനുള്ള ആക്ടിവിറ്റി ആർക്കുണ്ട്? വിറ്റാമിൻ ഡിക്ക് ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ ഹ്യൂമൻ ബോഡി. Next question, which of the following mineral element causes pathological changes
ഇൻ ബോൺസ് ആൻഡ് ടീത്ത് ഇൻ ഇറ്റ്സ് എക്സസ് ആസ് വെൽ എസ് ഡെഫിഷ്യൻസി. ഇവിടെ നോക്കിയേ, ഞാൻ പറഞ്ഞില്ലേ വിറ്റമിൻസും മിനറൽസും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഒരു വിറ്റാമിനിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നപ്പോൾ അടുത്ത് വരണം മിനറലിൽ നിന്ന് വന്നു. ഏത് വിറ്റാമിൻ അല്ലെങ്കിൽ ഏത് മിനറലാണ് എക്സസ് ആയാലും പ്രശ്നമാണ്, ഡെഫിഷ്യൻസി ആയാലും പ്രശ്നമാണ്. എവിടെ പ്രശ്നമാണ്? ബോണിലും ടീത്തിലും പല്ലിലും എല്ലിലും പ്രശ്നമുണ്ടാക്കുന്ന മിനറൽ. എക്സസ് ആയാലും പ്രശ്നമാണ്, ഡെഫിഷ്യൻസി ആയാലും പ്രശ്നമാണ്. എന്നാൽ നോർമൽ നമുക്ക് വേണവും താനും. ഏത് മിനറലാണത്? ഓപ്ഷൻ എ ക്ലോറിൻ ആണോ, ഓപ്ഷൻ ബി ഫ്ലൂറിൻ ആണോ, ഓപ്ഷൻ സി സിങ്ക് ആണോ, ഓപ്ഷൻ ഡി കോപ്പർ ആണോ? സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഫ്ലൂറിൻ. ഫ്ലൂറോസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് നമ്മുടെ പല്ലിനും എല്ലിലും കാൽസ്യം ഫോസ്ഫറസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് പല്ലിനും എല്ലിനും ബലം വരുന്നതിന് സഹായിക്കുന്ന മറ്റൊരു മിനറലാണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പല്ല് ഡെന്റൽ കാരീസ് ഒന്നും ഉണ്ടാകെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും, അതുപോലെ പല്ലിൽ ഇനാമൽ റീമിനറലൈസ് അല്ലെങ്കിൽ ഇനാമൽ വീണ്ടും വീണ്ടും മിനറലൈസ് ചെയ്യാൻ സഹായിക്കുന്നത് സലൈവയിലുള്ള ഫ്ലൂറൈഡും ആണ്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് എക്സസ് ഓൾസോ ഇറ്റ്സ് എ പ്രോബ്ലം ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ഓൾസോ പ്രോബ്ലം. ഇഫ് ഇറ്റ് ഈസ് എക്സസ് വാട്ട് വിൽ ഹാപ്പൻ? ഫ്ലൂറോസിസ് വിൽ ഹാപ്പൻ. ഡെന്റൽ ഫ്ലൂറോസിസ് ഉണ്ടാകും, സ്കെൽറ്റൽ ഫ്ലൂറോസിസ് ഉണ്ടാകും, അതുപോലെ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇത് അസോസിയേറ്റഡ് ആയിട്ട് പല ബോൺ അബ്നോർമാലിറ്റീസ്, സ്റ്റിഫ്നെസ്, പെയിൻ ഇൻ ജോയിൻസ് ഒക്കെ ഉണ്ടാകും. നെക്സ്റ്റ് ഫ്ലൂറിൻ ഡെഫിഷ്യൻസി വന്നാൽ ഡെന്റൽ കാരീസ് ഉണ്ടാകാം, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാം അല്ലെ. ഇതുപോലുള്ള ബോണിന്റെ ബലം കുറയുന്ന അല്ലെങ്കിൽ ഡെന്റൽ കാരീസ് പല്ല് കേടാകുന്ന ക്യാവിറ്റീസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് അവിടെ ഉണ്ടാകാം. സോ ഇതൊക്കെയാണ് ഫ്ലൂറോസിന്റെ എക്സസ് ആയാലും അതുപോലെ ഫ്ലൂറിൻ ഡെഫിഷ്യൻസി ഉണ്ടായാലും പ്രോബ്ലമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം ഞാൻ ഈ ഒരു സെക്ഷൻ ഇതുവരെയുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഒരുവിധം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഏകദേശം ഒരു എൻഗ്ലക്സ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ്, ആ ഒരു എൻഗ്ലക്സിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യേണ്ടി ഇരിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് വളരെ ചെറുതായിട്ടാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും ഓപ്ഷൻസ് നമുക്ക് വളരെ കൺഫ്യൂഷൻ ആകുന്ന തരത്തിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. മെറ്റബോളിക് എമർജൻസി ഫ്രീക്വൻലി ഫൗണ്ട് ഇൻ സ്മോൾ സെൽ ലങ് ക്യാൻസർ. ലങ്സിൽ ക്യാൻസർ ഉണ്ടാകുന്നതിൽ ഒരു ടൈപ്പാണ് സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൽ പലതരത്തിലുള്ള ക്യാൻസർ ആകുമ്പോഴും ട്യൂമർ ആകുമ്പോഴും പലതരത്തിലുള്ള എമർജൻസീസ് ഉണ്ടാകാറുണ്ട്. മെറ്റബോളിക് എമർജൻസി ഉണ്ടാകാറുണ്ട്, ഓങ്കോളജിക്കൽ എമർജൻസീസ് ഉണ്ടാകാറുണ്ട്, ഹെമറ്റോളജിക്കൽ എമർജൻസീസ് ഉണ്ടാകാറുണ്ട്, ന്യൂട്രീഷണൽ എമർജൻസീസ്, അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്മോൾ സെൽ ലങ് ക്യാൻസറിൽ മെറ്റബോളിക് എമർജൻസി ഫ്രീക്വൻലി ഉണ്ടാകുന്ന മെറ്റബോളിക് എമർജൻസി എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ SIADH, എന്താ പറയുക, നമ്മുടെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ADHന്റെ സെക്രീഷൻ. ഓക്കെ, സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ADH, ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ, അതാണ് SIADH എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ കാൽസീമിയ, കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നതാണോ? ഓപ്ഷൻ സി മെറ്റബോളിക് എൻസെഫലോപ്പതി ആണോ? ഓപ്ഷൻ ഡി ട്യൂമർ ലൈസിസ് സിൻഡ്രോം ആണ് ഉണ്ടാകുന്നത്. സ്മോൾ സെൽ ലങ് ക്യാൻസറിൽ ഉണ്ടാകുന്ന മെറ്റബോളിക് എമർജൻസി. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ SIADH. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു ലങ്സിൽ ഉണ്ടാകുന്ന ക്യാൻസർ പലതരത്തിലുണ്ടാകാറുണ്ട്. സ്മോൾ സെൽ ലങ് ക്യാൻസറും ഉണ്ടാകും, നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസറും ഉണ്ടാകാറുണ്ട്. അപ്പം നോൺ സ്മോൾ സെൽ ലങ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതിൽ വീണ്ടും പല ടൈപ്പ് ഉണ്ട്. അതിൽ 40% അഡിനോ കാർസിനോമ, ചിലത് സ്ക്വാമസ് സെൽ കാർസിനോമ, ചിലത് ലാർജ് സെൽ അൺഡിഫറൻഷിയേറ്റഡ് കാർസിനോമയുണ്ട്. ഇത് കൂടാതെ ഇവിടെ സ്മോൾ സെൽ കാർസിനോമ 10 മുതൽ 15% സ്മോൾ സെൽ കാർസിനോമയാണ് ഉണ്ടാകുന്നത്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു മെറ്റബോളിക് എമർജൻസി SCLCയുടെ അല്ലെങ്കിൽ സ്മോൾ സെൽ ലങ് ക്യാൻസറിൻ്റെ സീരിയസ് കോംപ്ലിക്കേഷൻസിൽ മെറ്റബോളിക് എമർജൻസീസിൽ ഉണ്ടാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലമാണ് സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആൻറ്റി ഡയറോട്ടിക് ഹോർമോൺ. അത് കഴിഞ്ഞ് ഉണ്ടാകുന്ന മെറ്റബോളിക് എമർജൻസിയാണ് ട്യൂമർ ലൈസിസ് സിൻഡ്രോം, പിന്നെ മെറ്റബോളിക് ആൽക്കലോസിസ്, പിന്നെ ഹൈപ്പോകലീമിയ, ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. നമ്മുടെ ക്ലാസ് ഒരുപാട് നീണ്ടു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനത് വായിക്കാത്തത്. നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഷോർട്ട് നോട്ട്സ് ആണ്, ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇമ്മ്യൂൺ റിയാക്ഷൻ
ഒക്കറിങ് ഇൻ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ്. അതായത് നമ്മൾ പലതരത്തിലുള്ള റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ് പലതരത്തിലുള്ളത് പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചത്? മൈക്രോബയോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മൈക്രോബയോളജിയിൽ കമ്പയർ ചെയ്യാം, അതുപോലെ ഫണ്ടമെന്റൽസ് കമ്പയർ ചെയ്യാം, എന്നാൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് കമ്പയർ ചെയ്യാനും പറ്റും അല്ലെ. ഇതിലേതിൽ വേണമെങ്കിലും പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ ഫോർ ഓൾ സബ്ജക്റ്റ്. ഈ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിവിടെ ക്രോസ് മാച്ചിങ്ങും ഗ്രൂപ്പിങ്ങും ഒക്കെ ചെയ്ത് കറക്റ്റ് നോക്കിയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്. അപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആൻറ്റിജനും ആൻറ്റിബോഡി റിയാക്ഷൻ അവിടെ നടക്കുകയാണെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള ഇമ്മ്യൂൺ റിയാക്ഷനാണ് നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മൈക്രോ ആൻജിയോപ്പതിക് റിയാക്ഷൻ ആണോ, ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ ആണോ, മാക്രോ ആൻജിയോപ്പതിക് റിയാക്ഷൻ ആണോ, ഐസോ ഇമ്മ്യൂൺ റിയാക്ഷൻ ആണോ? ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ഡി, ഐസോ ഇമ്മ്യൂൺ റിയാക്ഷൻ ആണ്. എന്താണ് ഈ ഐസോ ഇമ്മ്യൂൺ റിയാക്ഷൻ അല്ലെങ്കിൽ ആലോ ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്? അതായത് നമ്മുടെ അതേ സ്പീഷീസിലുള്ള മറ്റൊരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് ആൻറ്റിജൻ നമ്മുടെ ശരീരത്തിൽ വരികയും നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഐസോ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതിന് 2 എക്സാമ്പിൾ, ഒന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പറഞ്ഞു, മറ്റൊന്ന് അമ്മയുടെ യൂട്രസിൽ ഉണ്ടാകുന്ന ഫീറ്റസ്, കുഞ്ഞ് വളരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ആൻറ്റിബോഡീസ് അല്ലേ, അവിടെ ആൻറ്റിജൻസ് ആ ബ്ലഡ് സെൽസ് എന്ത് ചെയ്യുന്നു, അമ്മയുടെ ബ്ലഡിലുമായിട്ട് മിക്സ് ചെയ്യുന്നു, അവിടെ ആൻറ്റിബോഡീസ് ഉണ്ടാവുകയും ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ അവിടെ ഉണ്ടാവുകയും ആർച്ച് സെൻസിറ്റൈസേഷൻ, ആർച്ച് ഇൻകോമ്പാക്റ്റബിലിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? ഐസോ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ ആലോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. Post myocardial infarction patient if complaints of chest pain increasing with deep breath, which nursing action is appropriate? അതായത് പേഷ്യൻ്റ് നമ്മളിപ്പോൾ എപ്പോഴും ഒരു കണ്ടീഷൻ പഠിക്കുമ്പോൾ മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഓക്കെ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഡെഫിനിഷൻ, കോസസ്, സയൻസ് ആൻഡ് സിംറ്റംസ്, ഡയഗ്നോസ്റ്റിക് വാലിഡേഷൻസ്, ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം പഠിച്ചു. പക്ഷേ അതിന് ശേഷമുള്ള കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പലരും നോക്കാറില്ല. അപ്പോൾ അതും നോക്കണം എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന് കഴിഞ്ഞതിന് ശേഷവും പേഷ്യൻ്റ് ഡീപ്പ് ബ്രത്ത് വളരെ സ്ട്രെയിൻ ചെയ്ത് ലേബേർഡായിട്ട് ഡീപ്പ് ബ്രത്ത് എടുക്കുന്നു അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ആസ് എ നേഴ്സ് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഓപ്ഷൻ എ, obtain vital signs and auscultate for pericardial friction rub. Option B, obtain 12 lead ECG and inform physician immediately. Option C, give high flow oxygen. Option D, give SOS analgesics and observe for 30 minutes. മയോകാർഡിയൽ ഇൻഫാക്ഷൻ വന്ന് പോയതിന് ശേഷം വീണ്ടും ചെസ്റ്റ് പെയിൻ വന്നെന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ അനാൽജസിക്സ് കൊടുത്ത് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അവിടെ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞിട്ടുമില്ല, ഹൈ ഫ്ലോ ഓക്സിജൻ കൊടുക്കാൻ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൈറ്റൽ സയൻസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നറിയണം. അപ്പോൾ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യണം. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെസ്റ്റ് പെയിൻ ഉള്ളത് കൊണ്ടും ഡീപ്പ് ബ്രത്ത് എടുക്കുന്നത് കൊണ്ടും ജസ്റ്റ് ഓസ്കൾട്ടേറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവിടെ നോക്കണം. സോ ഓപ്ഷൻ എ, ഒബ്റ്റെയിൻ വൈറ്റൽ സയൻസ് ആൻഡ് ഓസ്കൾട്ടേറ്റ് ഫോർ പെരികാർഡിയൽ ഫ്രിക്ഷൻ റബ്ബ്. കാരണം മയോകാർഡിയൽ പോസ്റ്റ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇമ്പയർഡ് കൺട്രാക്ടിലിറ്റി ഉണ്ടാകാറുണ്ട്, ടിഷ്യൂ നെക്രോസിസ് ഉണ്ടാകാറുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകാറുണ്ട്, പെരികാർഡിയൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ പെരികാർഡൈറ്റിസും ഉണ്ടാകാറുണ്ട്. സോ അവിടെ പെരികാർഡിയൽ റബ്ബ് ആഫ്റ്റർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ഇസ് ചാൻസ് ഫോർ ഹാർട്ട് അറ്റാക്ക് ആണ് അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഫാക്ഷൻ പെരികാർഡൈറ്റിസിൻ്റെ ഒരു ഏർലി സൈൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതിന് വേണ്ടി പ്രിവെൻഷൻസ് ആണ് നമ്മളവിടെ എടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഷ്യൻ്റ് ആഫ്റ്റർ ഗ്യാസ്ട്രക്ടമി. എന്താണ് ഗ്യാസ്ട്രക്ടമി? എക്ടമി മീൻസ് സർജറി, റിമൂവൽ അല്ലേ. ഗ്യാസ്ട്രക്ടമി മീൻസ് സ്റ്റൊമക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടോ പാർഷ്യലിയോ റിമൂവ് ചെയ്യുന്ന സർജറിയാണ് ഗ്യാസ്ട്രക്ടമി എന്ന് പറയുന്നത്. ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞ് അത് കഴിഞ്ഞ് പേഷ്യൻ്റ് റിക്കവറിങ് പീരീഡിലാണ്. ആ സമയത്ത് പേഷ്യൻ്റ് ആഹാരം കഴിച്ചു. ആഫ്റ്റർ ഈറ്റിംഗ് 15 minutes to 30 minutes ആഹാരം കഴിച്ച ഒരു 15-30 മിനിറ്റിനകത്ത് വെച്ച് പേഷ്യൻ്റ് ഭയങ്കരമായിട്ട് സ്വെറ്റിംഗ്, വീക്ക്നെസ്, പാൽപിറ്റേഷൻ, ഡിസ്നെസ് ഒക്കെ അനുഭവപ്പെടുന്നതായിട്ട് പറഞ്ഞു. അപ്പോൾ ഗ്യാസ്ട്രക്ടമി കഴിഞ്ഞ പേഷ്യൻ്റ് ആഹാരം കഴിച്ച് ഇങ്ങനെ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ഡംപിങ് സിൻഡ്രോം. ഡംപിങ് സിൻഡ്രോം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതായത് ഏർലി എന്താ പറയുക
early emptying of food from stomach to intestine. അതിനാണ് ഡംപിങ് സിൻഡ്രോം എന്ന് പറയുന്നത്. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പാർഷ്യലി ഗാസ്ട്രക്ടമി അല്ലെങ്കിൽ സർജറി ചെയ്ത് സ്റ്റൊമക്കിൽ ഒരു കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സ്റ്റൊമക്കിൽ ആഹാരം അധിക സമയം ഹോൾഡ് ചെയ്യുന്നില്ല. പകരം അതെന്ത് ചെയ്യുന്നു, അത് സഡൻലി അവിടെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയിലോട്ട് അടുത്ത പാർട്ടിലോട്ട് പോകുന്നു. അങ്ങനെ ദഹിക്കാതെയുള്ള ഫുഡ് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് സ്വെറ്റിങ്ങും വീക്ക്നെസ്സും പാൽപിറ്റേഷനും ഡിസ്നെസ്സും ഒക്കെ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് അവിടെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, റെഡ്യൂസ് ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ഇൻ ഡയറ്റ് എന്നാണോ? ഹാവ് 3 റെഗുലർ ഫുൾ മീൽസ് ആണോ? ഡോണ്ട് ടേക്ക് ഫ്ലൂയിഡ്സ് വിത്ത് മീൽസ് ബട്ട് 30 to 45 minutes ബിഫോർ ആർ ആഫ്റ്റർ മീൽസ് ആണ്. അതായത് ആഹാരം കഴിക്കുന്നതിന് 1/4 മണിക്കൂർ മുന്നെയോ ആഹാരം കഴിച്ച് 1/4 മണിക്കൂർ ശേഷമോ വെള്ളം കുടിക്കണം, അതുവരെ വെള്ളം കുടിക്കാൻ പാടില്ല എന്നുള്ളതാണോ? ഹാവ് എ കോൺസെൻട്രേറ്റഡ് സ്വീറ്റ് ഡിഷ്, മധുരമുള്ള ആഹാരം, നമ്മുടെ മീൽ കഴിച്ചതിന് ശേഷം മധുരമുള്ള എന്തെങ്കിലും ഡിഷ് കഴിക്കണമെന്നാണോ പറയേണ്ടത്? എന്തായിരിക്കും ഡംപിങ് സിൻഡ്രോം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്? ഓപ്ഷൻ സി, ഡോണ്ട് ടേക്ക് ഫ്ലൂയിഡ്സ് വിത്ത് മീൽസ്. കാരണം വെള്ളവും ആഹാരവും കൂടെ ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സ്റ്റൊമക്കിൽ നിന്നും നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് പോവുകയും അവിടെ ഡംപിങ് സിൻഡ്രോമിൻ്റെ സിംറ്റംസ് കൂടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഗാസ്ട്രക്ടമി ചെയ്ത പേഷ്യൻസിന് നമ്മൾ ഡംപിങ് സിൻഡ്രോം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ അഡ്വൈസ് ചെയ്യാം? എലിമിനേറ്റ് കഫൈൻ കണ്ടെയ്നിങ് പ്രോഡക്ട്സ്, ഈറ്റ് ഹൈ പ്രോട്ടീൻ റെഡ്യൂസ് ചെയ്യുകയല്ല, ഹൈ പ്രോട്ടീൻ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഡയറ്റും കഴിക്കുക, അല്ലെങ്കിൽ ഓട്ട് മീല്, ഹോൾ ഗ്രെയിൻ ഫുഡ്, ഇങ്ങനെയുള്ള ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കാം. അതുപോലെ ഹൈ ഷുഗർ ഫുഡ്സ് ലിമിറ്റ് ചെയ്യാനുള്ളതാണ്. ആഹാരം കഴിച്ച ഉടനെ ഷുഗർ ക്യാൻറ്റീൻ ഒന്നും കഴിക്കരുത്, അത് ലിമിറ്റ് ചെയ്യുക. അതുപോലെ ഓരോ മീലും ഫുൾ മീലല്ല, പകരം സ്മോൾ മീൽ കഴിക്കുക. 5-6 സ്മോൾ മീൽസ് ആയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അവോയ്ഡ് കൺസ്യൂമിങ് ഫ്ലൂയിഡ് വിത്ത് മീൽ, ആഹാരം കഴിക്കുന്നതിനൊപ്പം വെള്ളം കുടിക്കാതിരിക്കുക. ഒരു ഗ്യാപ്പ് ഇട്ട് 1/4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് വേണം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഡയറി പ്രോഡക്ട്സ്, പാലുൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ നമ്മുടെ ഒരു ലൈ ഡൗൺ ഫോർ 20 to 30 minutes ആഫ്റ്റർ മീൽ, ആഹാരം കഴിച്ചതിന് ശേഷം 20-30 മിനിറ്റ് ഒന്ന് കിടക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ അപ്പോൾ ഗ്യാസ്ട്രിക് എംറ്റിയും കുറച്ച് സ്ലോ ആയി നടക്കാൻ തുടങ്ങും. അതുപോലെ വിറ്റമിൻ B12 ഇഞ്ചെക്ഷൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. ആൻറ്റി സ്പാസ്മോഡിക് മെഡിക്കേഷൻസ് നമ്മുടെ ഗ്യാസ്ട്രിക് എംറ്റിങ് ഡിലേ ചെയ്യാൻ വേണ്ടി അത് എടുക്കുക. അതുപോലെ ആൽക്കഹോളിസം അവോയ്ഡ് ചെയ്യുക. ആസ് സൂൺ ആസ് എന്തെങ്കിലും സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യുക. ഇതെല്ലാം ഡംപിങ് സിൻഡ്രോം തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോവസ്റ്റ് പോസിബിൾ ഡോസ് ഓഫ് എപ്പോയറ്റിൻ. എപ്പോയറ്റിൻ എന്താണ്? എപ്പോയറ്റിൻ ആൽഫ എന്ന് പറയുന്നത് എറിത്രോപോയറ്റിൻ എവിടെ എന്താണത്? നമ്മുടെ ശരീരത്തിൽ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എറിത്രോപോയറ്റിൻ, അല്ലെങ്കിൽ ഹോർമോൺ എന്നാണ് പറയുന്നത്. ഈ എറിത്രോപോയറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇത് നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ ബോൺ മാരോ, ബോണുകൾക്കുള്ളിലുള്ള റെഡ് ബോൺ മാരോയിൽ റിയാക്ട് ചെയ്ത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ RBCയുടെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നോർമലി ഈ ഒരു എറിത്രോപോയറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയിൽ നിന്നാണ്. സപ്പോസ് പേഷ്യൻറ്റിൻ്റെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ എറിത്രോപോയറ്റിൻ നോർമലി പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോയറ്റിൻ ആൽഫ എന്ന് പറഞ്ഞാൽ എറിത്രോപോയറ്റിൻ നമ്മൾ പുറമെ ഇഞ്ചക്ട് ചെയ്യുന്നതാണ്, അപ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊരു ഡോസ് കൊടുത്ത് ആണ് നമ്മൾ പതുക്കെ എന്ത് ചെയ്യണം? നമ്മുടെ RBCയുടെ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് അനീമിയ വന്നു, അതായത് RBC കുറഞ്ഞു. അങ്ങനെയുള്ള പേഷ്യൻറ്റ് അനീമിയ കറക്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോയറ്റിൻ ആൽഫ നമുക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ലോവസ്റ്റ് പോസിബിൾ ഡോസാണ് നമ്മൾ എപ്പോഴും കൊടുക്കാറുള്ളത്. അതായത് പെട്ടെന്ന് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് ഹയസ്റ്റ് ഡോസ് കൊടുക്കത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ലോവസ്റ്റ് ഡോസ് കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട് എപ്പോയറ്റിൻ ആൽഫ അല്ലെങ്കിൽ എറിത്രോപോയറ്റിൻ സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അതെങ്ങനെ കൊടുക്കും, എത്ര കൊടുക്കും നമുക്ക് അറിയത്തില്ല അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, അത് ലോവസ്റ്റ് ഡോസാണ് കൊടുക്കേണ്ടത്. കാരണം ഹയസ്റ്റ് ഡോസ് കൊടുത്താൽ ഫാസ്റ്റായിട്ട് RBC കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടുകയും അവിടെ ത്രോംബോ എംബോളിക് അല്ലെങ്കിൽ ത്രോംബസ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ എംബോളിസം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ, ബ്ലഡ് കട്ട പിടിക്കാൻ ചാൻസ് കൂടുതലാണ്, വിസ്കോസിറ്റി കൂടാൻ ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് RBC കൂടുമ്പോൾ. സോ വി ഷുഡ് നോട്ട് ഗീവ് ഹൈ ഡോസ് അല്ലേ, ലോവസ്റ്റ് പോസിബിൾ ഡോസ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത് അല്ലേ.
അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ് പറയുന്നത്? ഓപ്ഷൻ എ, ഹൈ ഡോസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ റേറ്റ് ഓഫ് ത്രോംബോ എംബോളിക് ഈവൻസ്. ത്രോംബസും എംബോളിസും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഹൈ ഡോസ് കൊടുത്ത് പെട്ടെന്ന് RBC പ്രൊഡക്ഷൻ നടന്നാൽ. അപ്പോൾ ഇതാണ് നോർമലി എറിത്രോപോയിറ്റ് നമ്മുടെ കിഡ്നിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ബോൺ മാരോയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് RBC പ്രൊഡ്യൂസ് ചെയ്ത് ഓക്സിജൻ്റെ അളവ് കൂട്ടി നമ്മുടെ കിഡ്നിയിലോട്ടുള്ള ബ്ലഡ് സപ്ലൈയോടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എറിത്രോപോയിറ്റ് നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളവിടെ എപ്പോയിറ്റിൻ ആൽഫ അല്ലെങ്കിൽ എറിത്രോപോയിറ്റിൻ സപ്ലിമെൻറ്റ് ഇഞ്ചെക്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ ബോൺ മാരോ സ്റ്റിമുലേറ്റ് ചെയ്ത് RBC കൂട്ടുന്നു. പക്ഷേ അത് നോർമലി ലോവസ്റ്റ് ഡോസിൽ മാത്രമേ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. Okay, next 45 question. Accumulation of hydrophilic mucopolysaccharides in the dermis and other tissues is seen in. അത് കൂടുതലും ഇത് ഫേസിലാണ് ഉണ്ടാകുന്നത്. ചില ഡിസീസ് ഉള്ള പേഷ്യൻസിൽ ഹൈഡ്രോഫിലിക് മ്യൂക്കോപോളിസാക്രൈഡ്സ്, കാർബോഹൈഡ്രേറ്റ്സിൻ്റെ തന്നെ വെള്ളത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മ്യൂക്കോപോളിസാക്രൈഡ്സ് അധികമായിട്ട് സ്കിന്നിന് താഴെയും മറ്റു ടിഷ്യൂസിലുമായിട്ട് അക്യുമുലേറ്റ് ചെയ്യുന്നു. ഇത് ഏത് ഡിസീസിലാണ് കാണുന്നത്? നമ്മൾ ഈ പറയുന്ന 4 ഓപ്ഷൻ ഡിസീസ് നമുക്ക് അറിയാവുന്നതാണ്. സ്ക്ലീറോഡെർമ, സിസ്റ്റമിക് ലൂപ്പസ് എറിത്മാറ്റസ്, എൽഫന്റിയാസിസ്, മിക്സ്ഡിമ. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? മിക്സ്ഡിമയാണ്. മിക്സ്ഡിമയിലാണ് ഈ ഹൈഡ്രോഫിലിക് മ്യൂക്കോപോളിസാക്രൈഡ്സ് അല്ലെങ്കിൽ ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കൻസ്, GAG, ഗ്ലൈക്കോസ് അമിനോ ഗ്ലൈക്കൻസ് എന്ത് ചെയ്യുന്നു? ടിഷ്യൂസിൽ ഡെർമിസിൻ്റെ അടിയിലായിട്ട് എന്ത് ചെയ്യുന്നു? അക്യുമുലേറ്റ് ചെയ്ത് എന്തുണ്ടാകുന്നു? മിക്സ്ഡിമ ഡെവലപ്പ് ചെയ്യുന്നു. യൂഷ്വലി ഇത് ആർക്കാണ് ഉണ്ടാകുന്നത്? സിവിയർ ഹൈപ്പോതൈറോയിഡിസം ഉള്ള പേഷ്യൻസിനാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ ടോപ്പിക്സിന് ഇമ്മ്യൂണൈസേഷൻ, വിറ്റമിൻസ്, മിനറൽസ്, അതുപോലെ ലെവൽസ് ഓഫ് പ്രിവെൻഷൻസ്, പിന്നെ നമ്മുടെ മയോകോഡിയൽ ഇൻഫാക്ഷൻ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട കണ്ടീഷൻസ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. ഈ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾ തറവായിട്ട് വായിക്കുക. അതിലെ ഓരോ മാനേജ്മെൻറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, എല്ലായ്പ്പോഴും ആൻസർ എഴുതുമ്പോൾ വെറുതെ വായിക്കാതെ ചിന്തിക്കാതെ ആൻസർ എഴുതരുത്. കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനൊപ്പം മറ്റ് ഓപ്ഷൻസ് തെറ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയിരിക്കുകയും വേണം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ പ്ലീസ് ലൈക്ക് ഇറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണ് തോന്നുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.